അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികൾക്ക് എഴുതിയ ലേഖനം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങൾ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹീതമായ പദവിക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിൽ ഞങ്ങൾക്ക് ജനിക്കാനും വളരാനും സുവിശേഷ വിഹിത സഭയായ മാർത്തോമാ സഭ ഈ ഒരു പശ്ചാത്തലം നീ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. അതിൽ അഭിമാനം കൊള്ളുന്നു, സന്തോഷിക്കുന്നു. കർത്താവേ, നിന്നെ അറിയുവാൻ ലഭിച്ചത് നിൻ്റെ കൃപയാണ്. ഇതിനർഹരാകാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുണ്ട്. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അങ്ങേ അറിയാനും അങ്ങയെ സ്നേഹിക്കാനും അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാനും ജീവിതത്തിൽ അങ്ങയെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനും അങ്ങയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീക സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതുകൊണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഭദ്രാസന കൺവെൻഷനിലൂടെ പുനർജീവൻ പ്രാപിച്ച് കൂടുതൽ ദർശനത്തോടും സമർപ്പണത്തോടും വ്യക്തികളായി, കുടുംബമായി, ഇടവകയായി, ഭദ്രാസനമായി, സഭയായി പ്രവർത്തിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാറ്റിലൂടെയും കർത്താവ് മഹത്വമെടുക്കണമേ. ഞങ്ങളുടെ തിരുമേനിക്കായി, അച്ഛന്മാർക്കായി, സുവിശേഷകർക്കായി, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി നിനക്ക് നന്ദി. ഈ നിൻ്റെ ജനത്തോട് സംസാരിപ്പാൻ അങ്ങ് എന്നെ ഏൽപ്പിച്ചത് മായം ചേർക്കാതെ പറയാനുള്ള ദൈവകൃപ നീ അടിയന് തരണമേ. മഹത്വം അവിടുന്ന് എടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ലോകത്തിൽ ജ്ഞാനത്തോടെ ജീവിക്കണം. ഇത് വല്ലാത്ത കാലമാണ്. ഇത് ദുഷ്കാലമാകിയാൽ നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. മാത്രമല്ല, ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കണം. എന്താണ് ദൈവ ഇഷ്ടം? പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, യൗവനക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എങ്ങനെയാണ് ദൈവ ഇഷ്ടം അറിയുന്നത്? അറിഞ്ഞ സത്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം, പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമായി നടത്തും എന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താകുന്നു എന്നുള്ളത് ഈ പൗരോഹിത്യ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അകത്ത് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഒരു 2-3 കാര്യങ്ങളെങ്കിലും പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് പൗരോഹിത്യ പ്രാർത്ഥനയിൽ 3-ാമത്തെ വാക്യം, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനെയും വിശ്വസിക്കുന്നവർക്ക് നിത്യ ജീവൻ ഉണ്ട്. 3-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഏകസത്യദൈവമായ നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമപ്രധാനമായ ആഗ്രഹം, നമ്മളെല്ലാം നിത്യജീവന അവകാശികളായി തീരണം. മനുഷ്യവർഗം ജീവനില്ലാത്ത, ആത്മീകമായി മരിച്ച ഒരു കൂട്ടമാണ്.
അതുകൊണ്ടാണ് ഗെനസരേത്തിൻ്റെ പടകിൽ ചെന്നപ്പോൾ ധാരാളം ജനം ദൈവവചനം കേൾക്കേണ്ടതിന് വേണ്ടി അവിടെ വന്നു. ആത്മീകമായി മരിച്ച മനുഷ്യരാണ്. ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കായക കൊണ്ട് വന്ന അപകടം അവരുടെ ആത്മീകമായ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ ജീവൻ നഷ്ടപ്പെട്ടതാണ് ആദാമ്യ സന്തതികളെല്ലാം. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആദാമ്യ സന്തതികളാണ്. തൻ്റെ സ്വരൂപത്തിൽ താൻ സൃഷ്ടിച്ച ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ മഹത്തായ പദ്ധതിയാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമിൽ ജീവൻ്റെ അപ്പമായ ക്രിസ്തു ജനിച്ചു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകും. ജീവൻ മാത്രമല്ല, യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം മനുഷ്യന് ആത്മീകമായ ജീവൻ നൽകുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യവർഗത്തിന് ജീവൻ നൽകാൻ കഴിവുള്ള ഏകമാർഗം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചാൽ മതി. പക്ഷെ അവിടെ അങ്ങനെയല്ല ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും. ഈ സന്ദേശം ഭൂലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ അറിയിക്കണം. അതുകൊണ്ടാണ് ഈ സഭയായിട്ട് ഈ ഗൗരവമേറിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ വേല ചെയ്യുവാൻ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ, ജീവൻ നൽകാൻ യേശുക്രിസ്തുവിലൂടെ മാത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ജീവൻ മാത്രമല്ല, സമൃദ്ധമായ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. സമൃദ്ധമായ ജീവൻ. സമൃദ്ധമായ ജീവൻ ലഭിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്നതാണ് നിത്യജീവൻ. സാധാരണ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ അനേകർ സന്ദേശം പറയാൻ നേരത്ത് ദൈവത്തിൻ്റെ മക്കൾക്ക് നിത്യതയുണ്ട് എന്ന് എടുത്തു പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, നിത്യത എല്ലാവർക്കും ഉണ്ട്. അത് യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാം. ധനവാനും ലാസറും. ധനവാനും നിത്യതയുണ്ടായിരുന്നു. പക്ഷെ ആ നിത്യത എവിടെ ചെലവഴിക്കും എന്നുള്ളതാണ് ഗൗരവമുള്ള ചോദ്യം. മനുഷ്യനായി പിറന്നവർക്കെല്ലാം മരണത്തിന് ശേഷം നിത്യതയുണ്ട്. മൃഗത്തെ പോലെ നമ്മൾ ചത്ത് അവസാനിക്കുന്നില്ല. മനുഷ്യനായി പിറന്നവർക്കെല്ലാം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം എവിടെ ചെലവഴിക്കും? ധനവാൻ നിത്യയാതനാ സ്ഥലത്ത് ചെലവഴിച്ചു. ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ നിത്യത എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ നിത്യത എവിടെ ചെലവഴിക്കും? വളരെ വ്യക്തമായി തിരുവചനം നമ്മളെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിത്യ അഗ്നി, നിത്യ നരകം, നിത്യമായ സ്വർഗം. ഇത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതകാലയളവിൽ എടുക്കുന്ന ഡിസിഷനാണ് അതിന് പരമപ്രധാനമായ കാര്യം. ദൈവം നിത്യജീവന് നമ്മളെല്ലാം അവകാശിയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇതെല്ലാ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്.
പ്രത്യേക ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. കൃപയാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ സത്യം ഗ്രഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഭാഗ്യം ലഭിച്ചു. ആ മാതാപിതാക്കളുടെ സന്തതി പരമ്പരയിൽ നമ്മൾ ഉൾപ്പെടുമ്പോൾ ആ സന്തതി പരമ്പരയിലായതുകൊണ്ട് ഈ രക്ഷ ലഭിച്ചു എന്നുള്ളത് തെറ്റാണ്. വ്യക്തിപരമായി നമ്മുടെ വളർച്ചയിൽ നമ്മൾ എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ആഴമായ ബന്ധം. അതെത്ര പേർക്ക് കഴിയും എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മുടെ ആളുകളോട് പലപ്പോഴും ചോദിച്ചാൽ, എൻ്റെ കാലത്ത് സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ അത് ശിശുവകുപ്പ് മുതലേ ഉള്ളൂ. ശിശുവകുപ്പ്, ബാലവകുപ്പ്, കുമാരവകുപ്പ്, മധ്യവകുപ്പ്, ജ്യേഷ്ഠ വകുപ്പ്, അതുകൊണ്ട് ക്ലോസാണ്. ഇന്ന് നേഴ്സറി ഉണ്ട്. ജ്യേഷ്ഠ വകുപ്പ് കഴിഞ്ഞിട്ട് യുവവകുപ്പുണ്ട്, യുവവകുപ്പ് കഴിഞ്ഞിട്ട് പ്രൗഢവകുപ്പുണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ആദ്യ കുർബാനയുടെ മാസത്തെ ക്ലാസ്സും കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ക്രിസ്തു ആരാണ് എന്ന് വ്യക്തിപരമായി ചോദിച്ചാൽ വായും പൊളിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അവൻ എൻ്റെ രക്ഷകൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് കറതീർന്ന് പറയുവാൻ കഴിയുന്ന രീതിയിൽ മാതാപിതാക്കൾ അവരെ വളർത്തണം. സൺഡേ സ്കൂൾ അധ്യാപകർ അങ്ങനെ അവരെ വളർത്തണം. അത് മാതാപിതാക്കളെയും സഭയെയും പ്രത്യേകിച്ച് സൺഡേ സ്കൂളിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. നമ്മൾ എന്താ പഠിക്കുന്നത്? ഞാൻ BBS പഠിച്ചിരുന്ന കാലത്ത് രണ്ടാമത്തെ ക്ലാസ്, ആദ്യത്തേത് ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ രണ്ടാമത്തേത് മിഷണറി വീരന്മാരെ കുറിച്ച് പഠിപ്പിക്കും. അത് കുഞ്ഞുങ്ങളെ ചലഞ്ച് ചെയ്യാൻ മുഖാന്തരമായി തീരും. വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള പാട്ടുകൾ അവരുടെ ഉള്ളിലേക്ക് തറച്ച് കയറത്തക്കവണ്ണം, ദൈവവചനം കിട്ടത്തക്കവണ്ണം അവരെ പഠിപ്പിക്കുമായിരുന്നു. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് വിട്ടുതരുന്നു. എന്താണ് കുഞ്ഞുങ്ങൾ ഗ്രഹിക്കുന്നത്? എന്താണ് പഠിക്കുന്നത്? യേശു ക്രിസ്തു അവർക്ക് ആരാണ്? ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് വേണമെങ്കിലും അവർ പൊയ്ക്കോട്ടെ. ആ രാജ്യത്ത് ക്രിസ്തുവിന് വേണ്ടി ഒരു സ്ഥാനാപതിയായി നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ അവർ ഏത് രാജ്യത്ത് പോയാലും അനുഗ്രഹമാണ്. പക്ഷെ അവർ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന് പകരം, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് പകരം നിൽക്കുന്നവരായിരിക്കണം. അതാരാ അവരെ ആ രീതിയിൽ വളർത്തേണ്ടത്? കണ്ണുനീരോടെ മാതാപിതാക്കൾ തലമുറയെ വളർത്തിയെങ്കിൽ മാത്രമേ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ആരാധനാലയങ്ങൾ ശൂന്യമാകും. ഒന്നുകിൽ നമ്മുടെ തലമുറയിൽ ഓർണമെങ്കിലും ഒരു പൊട്ടനെങ്കിലും, ഒരച്ഛൻ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊട്ടനെങ്കിലും നമ്മുടെ വീട്ടിൽ വേണം. അവനെ അങ്ങോട്ട് വിടാൻ ഒക്കത്തില്ലല്ലോ. കുറഞ്ഞ പക്ഷം വെള്ളം തരാനെങ്കിലും ഒരുത്തന് ഇവിടെ നിൽക്കണം. അല്ലെങ്കിൽ നമ്മളെ കണ്ട് കർത്താവിനെ അറിയുന്ന ഒരു കൂട്ടര് നമ്മുടെ സഭയിൽ, ഇടവകയിൽ ചേരണം. ചേരുമോ നമ്മളെ കണ്ട്? ഇനി വന്നാൽ നമ്മൾ എടുക്കുമോ? അച്ചായന്മാരുടെ പള്ളിയിൽ അപേക്ഷ തന്നാൽ എടുക്കുമോ? ഒന്നുകിൽ നമ്മളെ കണ്ട് ജാതികൾ യേശുവിനെ അറിയണം. ഒരു കാലത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആരാധനാലയങ്ങൾ ഇപ്പോൾ കോടികളുടെ ആരാധനാലയങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ 2-3 ആഴ്ച സത്തനയിലായിരുന്നു. ജബൽപൂരിൽ വെച്ചാണ് ഭോപ്പാൽ സെൻറ്ററിൻ്റെ സെൻട്രൽ മീറ്റിംഗ് നടന്നത്. എന്നെ പ്രസംഗിക്കാൻ നിയോഗിച്ചു. ജബൽപൂരിലെ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ഇവിടെ 250-ലധികം വീട്ടുകാരുണ്ടായിരുന്നു, ഇപ്പോൾ 85. വേറൊരു ചർച്ചിൽ ചെന്നപ്പോൾ പറഞ്ഞു അവിടെ 85 ഫാമിലി മലയാളി കുടുംബങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ 3 കുടുംബങ്ങൾ. അവിടെയും ഞാൻ പോയി. കാരണം ഇപ്പോൾ അന്നത്തെ കാലത്ത് നമ്മുടെ ആളുകൾ ജോലിക്ക് വേണ്ടി പോകുന്നത് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലായിരുന്നു, പട്ടണങ്ങളിലായിരുന്നു. ഇന്ന് അവിടെയുള്ള കുഞ്ഞുങ്ങളും ഇവിടെയുള്ള കുഞ്ഞുങ്ങളും നേരെ പറക്കുന്നത് യൂറോപ്യൻ കൺട്രികളിലേക്കാണ്. മുമ്പേ അരണച്ചന് സൈഡ് റൂമിൽ ഇരുന്ന് പറഞ്ഞതുപോലെ, കടലിലേക്ക് എടുത്തെറിയുന്നത് പോലെ എവിടെ പോകുന്നു, എന്തായിത്തീരുന്നു എന്ന് ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല.
അപ്പോൾ അവർക്ക് ജീവൻ, സമൃദ്ധമായ ജീവൻ ക്രിസ്തുവിനെ കൊടുക്കണം. ആ റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്, ഒരു കുടുംബത്തിൻ്റെയാണ്. ഭർത്താവ് സാധാരണ പറയും നിന്റെ മക്കളെന്ന് പറയും. അപ്പം ഭർത്താവിന് ഒരു റോളും ഇല്ലേ? ഒരു വീടിൻ്റെ പുരോഹിതൻ അപ്പനാണ്, പാവിരിക്കേണ്ടത് അപ്പനാണ്. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് അപ്പന്മാരവിടെ ഇല്ലല്ലോ, ഉണ്ടോ? വെളിച്ചമുള്ള അമ്മയാണെങ്കിൽ പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കും, കുടുംബ പ്രാർത്ഥന നടന്നു. നമ്മൾ പറയും പെശകിയ പിള്ളേരാണെന്ന്, യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത തലമുറയാണെന്ന് പറയും. അല്ല, ആക്കിയത് നമ്മളങ്ങനെ. നമുക്കതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതിനെക്കുറിച്ച് വേദന എന്ന് പറയുന്ന ഒരു സാധനം വേണം. കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും വേദനയുള്ള മാതാപിതാക്കൾ, ഇടവക. അങ്ങനെ വളർത്തുന്ന കുഞ്ഞുങ്ങൾ നിത്യ ജീവനവകാശികളായിത്തീരും. വളരെ പ്രാധാന്യമുള്ള വ്യക്തികളാണ് ഓരോരുത്തരും. നമ്മളാണ് ചിലരെയൊക്കെ നിസ്സാരമായി എണ്ണുന്നത്. ദൈവം ആരെയും നിസ്സാരമായി എണ്ണത്തില്ല. ഞാൻ എന്നെക്കുറിച്ച് അഭിമാനമുള്ളവനാണ്. എനിക്ക് ഇൻഫിനിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധമില്ല. കാരണം അവൻ്റെ ഛായയിൽ അവൻ എന്നെ സൃഷ്ടിച്ചതാ. പഠിക്കാൻ മിടുക്കരല്ലെങ്കിൽ നമുക്ക് അപകർഷതാബോധം, സമൂഹത്തിൽ സ്ഥാനമില്ലെങ്കിൽ അപകർഷതാബോധം, നിറം കറുപ്പായി പോയാൽ അപകർഷതാബോധം, കുടുംബത്തിൽ ഒരു ചെറിയവനാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവെങ്കിൽ അപകർഷതാബോധം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്ര നിസ്സാരമെന്ന് ലോകം എണ്ണിയാലും, എത്ര നിസ്സാരരായി മാറ്റി നിർത്തിയാലും, ദൈവത്തിന് നീ വാല്യുബിൾ പേഴ്സണാണ്. ആത്മഹത്യയിലേക്കല്ല പോകേണ്ടത്. അഭിമാനത്തോടെ നിൽക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം. ഒരു ചെറിയ വട്ടത്തിനകത്താണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നെങ്കിൽ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതിന് പരിശീലിപ്പിക്കണം. ആ വെളിച്ചമാ കൊടുക്കേണ്ടത്, മത്സരബുദ്ധിയല്ല കൊടുക്കേണ്ടത്. മത്സരബുദ്ധി കൊണ്ട് സേവ്യാ സംഘക്കാർ ഒത്തിരി വാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം. അങ്ങനെങ്കിലും ദൈവവചനം വായിക്കുന്നുണ്ടല്ലോ. ക്വിസ് മത്സരത്തിന് നല്ല കാര്യമാണ്, ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല. പക്ഷെ മത്സര ബുദ്ധി പഠിപ്പിക്കരുത്. വയലിൻ വായിക്കാനും കീബോർഡ് വായിക്കാനും എൻ്റെ കുഞ്ഞുങ്ങൾ കേന്ദ്രത്തിൽ വരെ പോയി. പക്ഷെ ഒറ്റത്തവണ പോലും അവർ ജയിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു വിട്ടിട്ടില്ല. പാട്ട്, വയലിൻ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ ഭദ്രാസനത്തിലും ജയിച്ചിട്ട് കേന്ദ്രത്തിലോട്ട് പോയപ്പോൾ ഈ അപ്പൻ ഒരിക്കൽ പോലും അവർ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടിട്ടില്ല. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവ് നന്നായി പെർഫോം ചെയ്യാൻ ഉള്ള ദൈവകൃപ, അത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവരോടൊന്നിച്ച് മത്സരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാണ് ഈ അപ്പൻ വിടുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ജീവൻ വേണം, നമ്മൾ നിത്യജീവൻ അവകാശികളാകണം. ആ വിധത്തിൽ തലമുറയെ വളർത്തണം, ക്രിസ്തുവിനെ കൊടുക്കണം. ഇനി അവർക്ക് വേണ്ടി ബാങ്കിൽ 1% പൈസ പോലും നിങ്ങൾ സേവ് ചെയ്തിട്ടില്ലെങ്കിലും യേശു ക്രിസ്തുവിനെ തലമുറയ്ക്ക് കൊടുത്താൽ അവർ നശിക്കത്തില്ല. ഒരു സമൂഹം മുഴുവൻ അവർക്കെതിരാണെങ്കിലും ക്രിസ്തു ഉണ്ടെങ്കിൽ ചൈതന്യമുള്ള ജീവനം നയിക്കാൻ കഴിയും. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമുക്ക് വെളിച്ചം ഉണ്ടെങ്കിലല്ല വെളിച്ചം കൊടുക്കാനൊക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ 6ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. രണ്ടാമത്തെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത്, ആഗ്രഹമെന്ന് പറഞ്ഞാൽ, ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം പ്രമാണിക്കണമെന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ നിത്യജീവൻ അവകാശികളായി കാരണം വഴിയിൽ നശിച്ചു പോകരുത്.
ദൈവം ഒരുക്കിയിരിക്കുന്ന ദേശം നമ്മൾ അവകാശമാക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് വീണ്ടും നിങ്ങളെ ചേർത്തുകൊള്ളും. ഈ 17-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കേണ്ടത്, നമ്മൾ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കേണ്ടതിന്. അത്ര വലിയ സ്റ്റാൻഡേർഡ് കാര്യമാണ് ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. 2, അവൻ്റെ വചനം നമ്മൾ പ്രമാണിക്കണം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഈ ആലോചന ചോദിച്ച് നടക്കുന്ന ഒത്തിരി പുള്ളികളുണ്ട് നമ്മുടെ സഭയിൽ. 1.5 മണിക്കൂർ ഒരിടത്ത് ഞാൻ പ്രസംഗിച്ചിട്ട് പുറത്തിറക്കിയപ്പോൾ അമ്മയും മോളും കൂടെ എന്നോട് വന്ന് ചോദിച്ചിരിക്കുക, സഹോദര എന്തൊരു ആലോചന പറയാനുണ്ടോ? അപ്പം പിന്നെ ഈ 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞത് എന്തോ ആലോചനയല്ലേ? അവരെ ഇക്കിളിപ്പെടുത്തുന്ന ആലോചന ഞാൻ പറയണം. ഒത്തു പൊട്ടക്കണ്ണൻ്റെ മാവേലേറുപോലെ പറഞ്ഞിറങ്ങാണ്ട് നടന്നു പോയാൽ എനിക്കും കിട്ടുമെന്ന് പോക്കറ്റ് മണി. ഇല്ല, എത്ര നാൾ കൊണ്ട് ദൈവവചനം നിന്നോട് സംസാരിക്കുക, നിന്റെ അയൽവക്കത്ത് നിന്റെ സ്വന്തം സഹോദരനോട് നിരപ്പ് പ്രാപിക്കണമെന്ന് പറയുന്നത് അനുസരിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഈ ലാടന്മാർ വരും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൈനോട്ടക്കാരൻ. ലാടന്മാരുടെ ഭാഷ പ്രത്യേക ഭാഷയാണ്. മങ്കയുടെ കല്യാണം നടക്കും, കൊമ്പൻ അക്കരയ്ക്ക് പോവും. ഇത് കേട്ടിരിക്കാൻ എന്തൊരു സുഖമാണെന്നറിയോ? പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ നേരത്തായിരിക്കും ഈ ലാടം വരുന്നത്. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ പോക്കേ മറന്നു പോവും. ഒടുവിൽ 2 സാരിയും ഉച്ചക്കത്തെ ഫുഡും അന്നത്തെ കാലത്ത് 50 രൂപയും ഒക്കെ കൊടുത്ത ഈ പുള്ളികളെ വിടുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളത് കേൾക്കാൻ വലിയ സുഖമാണ്. പക്ഷേ ആരാ ഭാഗ്യവാൻ, ആരാ അനുഗ്രഹിക്കപ്പെട്ടവർ? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. നിരപ്പ് പ്രാപിക്കേണ്ടടുത്ത് നിരപ്പ് പ്രാപിക്കണം. ദൈവവചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം. കഴിയോ? സ്വന്തം സഹോദരനെ പണ്ട് നമ്മുടെ മാരാവൺ കൺവെൻഷനൊരു പാട്ടുണ്ടായിരുന്നു, നീ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറയുന്നു, പക്ഷേ മിത്രത്തെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ശരിയല്ലേ? നമുക്ക് ഒരു ദോഷവും ചെയ്യാത്ത ഒരു മിത്രത്തെ പോലും സ്നേഹിക്കാൻ ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിലില്ല. ഒരു മനുഷ്യൻ്റെ ഉയർച്ച അത് കണ്ട് അവനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുമോ? ദൈവവചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അവൻ്റെ വചനം അനുസരിക്കണം. എനിക്കതിൻ്റെ അതിൻ്റെ ഡെഫിനിഷനോ അതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല, സമയം നമ്മളെ അനുവദിക്കുന്നില്ല. രാവിലെ 8 മണിക്ക് വന്നതല്ലേ, 1 മണിക്കെങ്കിലും പോകണ്ടേ? ദൈവത്തിൻ്റെ വചനം, അതിനെ ബഹുമാനിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഈ വചനം നീ പഠിപ്പിക്കണം. അവരുടെ ഉള്ളിൽ ഇട്ടുകൊടുക്കണം. നാം ധ്യാനിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യകരമായ അനുഭവത്തിൽ ജീവിക്കണം. എൻ്റെ കൽപ്പനകളെ, എൻ്റെ വചനത്തെ അനുസരിക്കണം. അതുകൊണ്ടാണ് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭയിലും ഇടവകയിലും ഫസ്റ്റ് പ്രയോറിറ്റി ദൈവവചനത്തിന് കൊടുക്കണം. കാരണം നമ്മുടെ ജീവിക്കാനുള്ള ആധാരം അവൻ നീതിപാതകളിൽ നമ്മളെ നടത്തുന്നതാണ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. അതുകൊണ്ട് വചനം അത് ദൈവകൃപയോടെ നമ്മളും നമ്മുടെ തലമുറയും നമ്മുടെ ഇടവകയിലുള്ളവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ആ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണം.
കർത്താവ് പറഞ്ഞു, ആ നാളുകളിൽ പലരും എൻ്റെ അടുക്ക വരും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ക്രൂസൈഡ് നടത്തിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവ് അവരോട് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുവീൻ. ഏത് ഡെസിഗ്നേഷനുള്ള ലീഡറായാലും ഇതിനെ ആദരിക്കാനെയും ബഹുമാനിക്കാനെയും എത്ര പ്രശസ്തരായാലും ദൈവസന്നിധിയിൽ വാല്യുബിൾ അല്ല. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ 10ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ലോകത്തിനു വേണ്ടി നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവൻ്റെ മൂന്നാമത്തെ ഇഷ്ടം, താല്പര്യം, നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം, നമ്മുടെ ജീവിതത്തിലൂടെ യേശു കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം. നമ്മളതിനൊരു ചാനലായി മാറണം. യെശയ്യാവ് 40:4 അധ്യായം നിങ്ങൾ വായിക്കണം. മലകളും കുന്നും താണും താഴ്വരകൾ നികന്നും ദുർഘടമായത് സമമായും തീരുമ്പോൾ സകല ജഡവും എൻ്റെ രക്ഷയെ കാണും. മലകളും കുന്നുകളും താഴ്വരകൾ നികന്ന് വളഞ്ഞത് ചൊവ്വായി ദുർഘടങ്ങൾ സമമായും തീരുമ്പോൾ അതൊരു ഒരു ഹൈവേ ആകും. വിശുദ്ധനായ ദൈവത്തിന് അവൻ്റെ ഫലത്തോടും വരത്തോടും കൂടെ എഴുന്നള്ളുവാൻ നമ്മളൊരു ചാനലായി മാറണം. അങ്ങനെ ചാനലായി മാറുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊരു ചാനലാകണം. ആർക്കു വേണ്ടി? പക്ഷെ ദൈവത്തെ വലിയതായി കാണിക്കേണ്ടത് അവനെ അറിഞ്ഞ അവൻ്റെ മക്കളാണ്, നമ്മളാണ്. നമ്മുടെ ജീവിതത്തിലൂടെയും കുടുംബജീവിതത്തിലൂടെയും ഇടവകയിലൂടെയും ദേശത്ത് പാർക്കുന്നവർ ദൈവത്തിൻ്റെ വലിപ്പം കാണണം. ഭാരതം യേശുവിനെ അറിയണം. അതിനുള്ള ചാനലാണ് ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും. 13ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സന്തോഷ പരിപൂർണതയുള്ളവരായി ജീവിക്കണമെന്നാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. അതിന് വേണ്ട എല്ലാ വിലയും ക്രൂശിൽ കർത്താവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിലയും പൂർത്തിയായി നിവൃത്തിയായി എന്ന കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടതെല്ലാം, വേണ്ട സകല വിലയും ക്രൂശിൽ കൊടുത്തു. പക്ഷെ നമ്മൾ ഒരു സ്വസ്ഥതയും ഇല്ലാതെ ജീവിക്കുക. ഇന്നലെ പറഞ്ഞതുപോലെ വിചാരപ്പെട്ടങ്ങ് ജീവിക്കുകയാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, 7 തലമുറയ്ക്കുള്ളത് കഴിക്കാനുണ്ടെങ്കിലും അങ്ങ് പരവേശമാണ്. ദുഃഖകരമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് സംതൃപ്തി, സമാധാനം. യോഹന്നാൻ 15-ാം അധ്യായം വായിച്ചു നോക്കിയാലും അവരുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് എന്തിനും ആ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ദൈവിക സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയണം, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. അത് കൂരയ്ക്കകത്ത് താമസിച്ചാലും കൊട്ടാരത്തിൽ താമസിച്ചാലും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ കഴിയുന്ന ഒരു ദൈവവൈതല്ല. കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ സ്വസ്ഥമായിട്ട് ദാനിയേൽ കിടന്നുറങ്ങി. പൗലോസും സീലാസും പാടി ആരാധിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൊട്ടാരത്തിൽ കിടന്നാൽ കിട്ടണമെന്നില്ല, കിട്ടുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ക്രിസ്തു ഉള്ളവരായിരിക്കണം. പക്ഷെ നമ്മുടെ എത്ര വ്യക്തികൾ, നമ്മുടെ എത്ര കുടുംബങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ട് ഈ അനുഗ്രഹം? ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഏവൻഗേലിയോൻ ഭാഗം, ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല.
ദൈവത്തിൻ്റെ അടുത്ത ഇഷ്ടമാണ്. ഞാൻ ലോകത്തിന് അനുരൂപനാകാതെ ജീവിച്ചതുപോലെ ഇവരും ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കണം. ആര്? നമ്മൾ. ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി. എന്തിനാ കൺവെൻഷൻ? എന്തിനാ ദൈവവചന ശുശ്രൂഷ? എന്തിനാ നമ്മുടെ കൂടിവരവ്? റിന്യൂ ചെയ്യാൻ വേണ്ടിയാ. എന്ത്? നമ്മുടെ തെറ്റുകൾ കാണാനും തിരുത്താനും. ലോകം നല്ല അനുഗ്രഹമായിരുന്നു, എല്ലാം ഗംഭീരമായിരുന്നു. പക്ഷെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു? ഒരു നല്ല തീരുമാനം, ദൃഢമായ തീരുമാനം. ദാനിയേൽ എടുത്തതുപോലെ, ഞാനിനി എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുന്ന ഒന്നും അത് രാജകൽപ്പനയാണെങ്കിൽ പോലും കഴിക്കത്തില്ല. അതെവിടെ പോയി പാർത്താലും ഞാൻ ലോകത്തിന് അനുരൂപരാകാതെ ജീവിച്ചതുപോലെ എന്നെ അനുഗമിക്കുന്നവരും ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കണം. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. റോമർ 12:2. ഇത് കേട്ട് വെറുതെ പോകാനുള്ളതല്ല. ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ജോൺസന്റെ പ്രസംഗം നല്ലതോ തീയതോ, ആ ഇവാലുവേഷൻ അല്ല ദൈവത്തിന് ആഗ്രഹം. കേട്ട തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാട്ടിൻ്റെ ഈരടിയിലൂടെ എങ്കിലും ജീവനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, അത് ക്രിയാത്മകമായി പ്രതികരിക്കാൻ, ഡിസിഷൻ എടുക്കാൻ കഴിയാത്തിടത്തോളം കാലം 25 അല്ല 50 റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ നടന്നാലും ഗുണമാകണമെങ്കിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കണം, ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ചിലരുടെ മുഖം കണ്ടിട്ട് അവർ ഈ രാജ്യത്ത് തന്നെ ഇല്ല. അങ്ങനെ നമ്മളെ കാണും ദൈവവചനം കേൾക്കാത്ത ഉള്ളികളാണോ? യുവന സഖ്യത്തിൻ്റെ, സേവിയാ സംഘത്തിൻ്റെ, ഇടവ മിഷൻ്റേത്, ഇടവകയുടേത്, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ സെൻറ്ററിൻ്റെ കഴിയുമ്പോൾ ഭദ്രാസനം കഴിയുമ്പോൾ ഉടനെ ഈ മാരാമൺ കൺവെൻഷനിലോട്ട് നമ്മൾ പോവുകയാണ്. അവിടെ ഒരാഴ്ച 8 ദിവസം ദൈവവചനം കേൾക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ആ ക്യാരക്ടറിന് വല്ല മാറ്റമുണ്ടോ? മുതിരുന്തോറും എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തെ സീനിയോറിറ്റി അനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ മോശമാകുന്നതല്ല, നല്ലതാകുന്നുണ്ടോ? മൂശേട്ട കൂടുന്നതല്ല, അത് കുറയുന്നുണ്ടോ? പ്രായമാകുന്നതോറും പിള്ളേർക്ക് വഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കൊണ്ടുവന്ന് ഓൾഡ് ഏജ് ഹോമിലാക്കുന്നത്. ഉപ്പ് കൂടിയാ കുഴപ്പം, കുറഞ്ഞാ കുഴപ്പം. എന്നിട്ട് പിള്ളേരെ അതും ഇതും പറയുക. എടാ, മെച്യൂരിറ്റി വരണ്ടായോ? വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ പരിശീലിക്കുക എൻ്റെ ജീവിതം പിള്ളേർക്ക് നന്നായിട്ട് പ്രയോജനപ്പെടത്തക്കവണ്ണം, അവർക്കൊരു തലവേദന ഉണ്ടാകാതെ ഞാൻ ഇപ്പോഴേ പരിശീലിക്കുക. അത് വേണം, ഇത് വേണം, നിർബന്ധ ബുദ്ധി. എന്നിട്ട് ഷുഗറിനെ കുറ്റവും പറയും. ഷുഗർ 500 വന്നവനാ ഞാൻ. ഈ പരിവേഷമൊക്കെ നിയന്ത്രിക്കാവുന്ന കേസേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ കെയർ ഓഫിൽ മുതലെടുക്കുക. ഒരു മണി കഴിഞ്ഞ് സമയമുണ്ട് കേട്ടോ, എന്തെങ്കിലും പറയണമെങ്കിൽ. യെസ്, അച്ഛൻ തിരുമേനി തന്ന സമയമനുസരിച്ച് ഇനി 1 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല. ഞാൻ ലോകത്തിന് അനുരൂപരാകാതെ ജീവിച്ചതുപോലെ ഇവരും ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കണം. സ്പെഷ്യലായിരിക്കണമെന്ന്. ഇതാ തനിയെ പാർക്കുന്ന ജനം, ഇതാ വിശേഷതയുള്ള ജാതി. പുറപ്പാട് പുസ്തകം 33 നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. തനിയെ പാർക്കുന്ന ജനം, സവിശേഷതയുള്ള ജാതി. ഈ ഭാരതത്തിലെ 145 കോടി ജനങ്ങളുടെ നടുവിൽ ഈ ന്യൂനപക്ഷം സ്പെഷ്യലായിരിക്കണം, സ്പെഷ്യലാകണം. നടത്തുന്ന സ്കൂൾ, നടത്തുന്ന കോളേജ്, നടത്തുന്ന സ്ഥാപനങ്ങൾ, ഒരു വീട്ടിൽ വേലയ്ക്ക് നിന്നാലും അവിടൊക്കെ കണക്കെഴുത്തുകാരനായാലും സ്പെഷ്യലായിരിക്കണം നമ്മൾ. തൊഴിലില്ലെന്ന് മിണ്ടിപ്പോയ കരുത്. വിശ്വസ്തരായവരെ എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ട്, ഒരാളെ കൊമ്പത്തെ സാലറി വേണം. ഒരു വീട്ടിൽ വേലയ്ക്ക് നിന്നാൽ പോലും അടിച്ചു പറിച്ചുകൊണ്ട് എല്ലാം പോകണം. എടാ, ദൈവമാക്കണം. ഞാൻ 36 വർഷമായി ഒരു സംഘടനയിൽ, ഒരു ലീഡർഷിപ്പിന്റെ കീഴിൽ ഞാൻ നിൽക്കുന്നു. എൻ്റെ സാലറിയും സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഞാൻ കൂടിയൊന്നും നോക്കാറ് പോലുമില്ല. എൻ്റെ
സഹപ്രവർത്തകരുടെ സാലറി ഞാൻ അന്വേഷിക്കാറില്ല. ദൈവം തരുന്നത് ആ മുറിഞ്ഞ കരത്തിലോട്ട് ഏൽപ്പിക്കും. അത് ദൈവം അങ്ങോട്ട് വാഴ്ത്തി നുറുക്കി തരും. എന്നെ നന്നായി അറിയാവുന്ന PM വർഗീസ് അച്ഛനും ജോർജ് മാത്യു അച്ഛനും എൻ്റെ മാവൻ സോമേൽ അച്ഛനും ധാരാളം അച്ഛന്മാർ കൂടി ഇരിപ്പുണ്ട്. എന്നെ അടുത്തറിയാവുന്ന, എന്നെ ചെറുപ്പം മുതൽ അറിയാവുന്ന അരുണച്ചൻ ഉൾപ്പെടെ, എൻ്റെ ഏറ്റവും ചെറിയ പ്രായം മുതലുള്ള എൻ്റെ പ്രാണസ്നേഹിതൻ സാമാത്യു ഉൾപ്പെടെ, അങ്ങനെ അനേക ബന്ധുക്കളും ചാർച്ചക്കാരും ഇതിൻ്റെ നടുവിലിരിപ്പുണ്ട്. അവരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. മറിച്ചൊരു കാര്യം അവരെനിക്ക് ചൂണ്ടിക്കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞത്. ധാരാളം വീഴ്ചകൾ വന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ യോഗ്യത ഉള്ളവനല്ല. എന്ന കൃപയാൽ സുവിശേഷവേല ചെയ്യേണ്ട കാര്യം ഇവിടെ കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഒന്നായിരിക്കണമെന്ന് പറയുന്നു, ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നായിരിക്കേണ്ടതേ ദൈവവചനത്തിൻ്റെ അകത്ത് മായം ചേർത്തല്ല ഒന്നാകേണ്ടത്. എക്യുമെനിക്കൽ എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ഹാവേലും കായിനും കൂടെ ആരാധിക്കാൻ പോയ പോലെ ആകരുത്. വയലിൽ പോകാമെന്ന് പറഞ്ഞു. ഗുണം പിടിച്ചവനും ഗുണം പിടിക്കാത്തവനും കൂടെ എക്യുമെനിക്കൽ ആരാധനയ്ക്ക് പോയതാ. ഒടുവിൽ ഗുണപ്പെട്ടവനെ കൊന്നു. ഇപ്പം ദൈവവചനത്തിൽ മായം ചേർത്ത് എക്യുമെനിസം ശരിയല്ല. അത് കൊല ചെയ്യപ്പെടും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എന്നൂമീ ഞാനിനിയും നിന്നൂടെ സ്വന്തമത്രേ, എന്നൂമീ ഞാനിനിയും നിന്നൂടെ സ്വന്തമത്രേ, ഒന്നുമേ ശക്തമല്ലീ ബന്ധം മാറ്റുവാൻ എന്തോരു ഭാഗ്യമിത്. ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം, യേശുവേ നിൻ പാദം, യേശുവേ നിൻ പാദം. എന്നോടൊപ്പം ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടാമോ? എന്നൂമീ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ, എന്നൂമീ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ, ഒന്നുമേ ശക്തമല്ലീ ബന്ധം മാറ്റുവാൻ എന്തോരു ഭാഗ്യമിത്. ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. തവേ ഞങ്ങളുടെ തിരുമേനിമാരെയും അച്ഛന്മാരെയും ഞങ്ങളുടെ സുവിശേഷകരെയും ഞങ്ങളുടെ സഭാവിശ്വാസികളെയും അടിയനെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങ് സ്വപ്നം കാണുന്നത് പോലെ അങ്ങയുടെ പദ്ധതിക്കകത്ത് ഞങ്ങളെ നടത്തണമേ. ദൈവകൃപയ്ക്ക് പുറത്ത് ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആലയ്ക്ക് പുറത്തു പോകാൻ അനുവദിക്കരുതേ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കാനും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർത്ത് ജീവിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ആ കൃപയ്ക്കകത്ത്, ആലയ്ക്കകത്ത്, ആ നിഴലിൻ കീഴിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നീ കരുതിയിട്ടുണ്ട്. അത് വിശ്വസിക്കാനുള്ള അടിസ്ഥാനപരമായ വിശ്വാസമെങ്കിൽ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ സഭയെ നീ സൂക്ഷിക്കണമേ. ദർശനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ അനുവദിക്കരുതേ. അതിന് നേതൃത്വത്തെ അനുവദിക്കരുതേ. അങ്ങയുടെ പദ്ധതിക്കകത്ത് ഞങ്ങൾ ജഡത്തിലെടുക്കുന്ന തീരുമാനമല്ല, അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആത്മീയരായിരിക്കാൻ
ഞങ്ങൾക്ക് നീ കൃപ തരണേ കർത്താവേ. നീ ഞങ്ങളെ സന്ദർശിക്കണം. ഒരു സ്പിരിച്വൽ റിവൈവൽ, ഒരു ആത്മീക ഉണർവ് ഞങ്ങളുടെ സഭയിൽ ആഞ്ഞടിക്കുവാൻ, ഞങ്ങൾ നവീകരണത്തിൻ്റെ പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. അങ്ങ് മഹത്വമെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.